മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് നീങ്ങുകയാണ്. കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യും എന്നാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഇന്നോ നാളെയോ അറസ്റ്റുണ്ടാകും എന്ന സൂചനകൾ പ്രബലപ്പെടുന്നു. പ്രതിപ്പട്ടികയുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉടൻ നടപടി ഉണ്ടാകും എന്നതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകൾ. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ SITയുടെ പുതിയ നീക്കം, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു. ഇപ്പോഴത്തെ ബോർഡിനും പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന് ഹൈക്കോടതി പറയുന്ന സാഹചര്യത്തിൽ ബോർഡിലേക്ക് ഏത് തരത്തിലായിരിക്കും അന്വേഷണം എത്തുക? അറസ്റ്റ് ഉൾപ്പെടെ ആരെല്ലാം അറസ്റ്റിലാക്കാനുള്ള സാധ്യത? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഏറ്റവും സുപ്രധാനമായൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് രണ്ടാം പ്രതി ദ്വാരപാലക ശില്പങ്ങളിലെ കവചം മോഷണം ചെയ്ത കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ SIT കൈക്കൊണ്ടിരിക്കുന്നത്. അത് എപ്പോൾ വേണം എങ്കിലും സംഭവിക്കാം എന്നാണ് SITയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അത് ഒരുപക്ഷെ ഇന്ന് അറസ്റ്റ് നടപടി ഉണ്ടാകാം, അതല്ലെങ്കിൽ നാളെ ഉണ്ടാകാം. ഏതായാലും ഏറ്റവും അടുത്ത് തന്നെ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നു. അതിന്റെ കാരണം ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി പറഞ്ഞത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം, അത് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇന്നലെ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല 2019 നടന്നത് സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നിന്ന് അടിവരയിട്ട് പറയുന്ന ഉത്തരവ് കൂടിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് മുരാരി ബാബു തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ആസൂത്രണത്തിനെല്ലാം ചുക്കാൻ പിടിച്ചത് നിലവിൽ വന്ന തെളിവുകൾ അനുസരിച്ച് മുരാരി ബാബുവാണ്. 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം അത് തങ്കം പൊതിഞ്ഞ കവചമാണ് എന്നറിയാമായിരുന്നിട്ടും അത് വെറും ചെമ്പാണ് എന്ന് പറഞ്ഞ് രേഖകൾ ഉണ്ടാക്കി തുടങ്ങിയത് മുരാരി ബാബുവാണ്. അതിനൊപ്പം തന്നെ 2025 ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ 2025 ആ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ എടുത്തുകൊണ്ടു പോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് 2024 ആ സമയം മുരാരി ബാബു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ആ സമയത്ത് മുരാരി ബാബു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. അതിന്റെ തെളിവുകൾ നമ്മൾ നേരത്തെയും പുറത്തുവിട്ടതാണ്. മുരാരി ബാബു മാത്രമല്ല, മറ്റ് ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, അന്ന് ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്ന ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അവർക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടല്ലോ. ഇപ്പോൾ ഇന്നലെ ഹൈക്കോടതിയുടെ പരാമർശം, ഇപ്പോഴത്തെ ബോർഡുമായി കൂടി ചേർത്തുള്ള ചില പരാമർശങ്ങൾ കൂടി വന്നില്ലേ? എങ്ങനെയാണ് ഈ ബോർഡിന്റെ തലപ്പത്തുള്ള രാഷ്ട്രീയ നിയമനങ്ങളിലെ ഇപ്പോൾ ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ആളുകളുടെ റോളുമായി ബന്ധപ്പെട്ട് SITയുടെ നിലപാട് എങ്ങനെയാണ്? ഹൈക്കോടതിയുടെ പരാമർശം എന്ന സാഹചര്യത്തിൽ അക്കാര്യത്തിൽ ബോർഡിന്റെ നിലപാട് എന്താണ്? രതീഷ്, ഈ 2019 ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ അത് ഏതാണ്ട് തങ്കം പൊതിഞ്ഞതാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് അത് സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് SIT കണ്ടെത്തിയിട്ടുണ്ട്. അത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഇത്തരമൊരു നിർദ്ദേശം വന്നത്? ഇങ്ങനൊരു ആസൂത്രണം ഉണ്ടായത് എവിടെ നിന്നാണ്? അതിൽ ദേവസ്വം ബോർഡിനെയാണ് ഹൈക്കോടതി സംശയിക്കുന്നത്. മാത്രമല്ല, അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ തുടക്കത്തിന് കാരണമായ രേഖകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മുരാരി ബാബു സ്വന്തം നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുള്ള ആസൂത്രണമാണോ, അതോ മുരാരി ബാബുവിന് മുകളിൽ ഒരു ആസൂത്രണം നടന്നിട്ട് മുരാരി ബാബു അടക്കമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ കരുവാക്കിക്കൊണ്ട് നടത്തിയ ഒരു നീക്കമാണോ എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ സംശയം. അതുകൊണ്ടാണ് ഇതിനകത്ത് വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നത്. അപ്പോൾ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നിർദ്ദേശം കൂടിയാണ്, പരോക്ഷ നിർദ്ദേശം കൂടിയാണ് ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT ആ സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ, പ്രതിപ്പട്ടികയിലുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കൂടി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിലേക്ക് പോവുക. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് ആർ അനന്തകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ വേഗത്തിൽ കസ്റ്റഡിയിൽ കാണാൻ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. പരോക്ഷമായി ഹൈക്കോടതി അക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു എന്ന സാഹചര്യത്തിൽ കൂടിയാണ് SIT മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നത്. അനന്തൻ, അതേസമയം തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മുകളിൽ മാത്രമായി അന്വേഷണം ഇത് ഒതുങ്ങിപ്പോകുമോ? അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഹൈക്കോടതിയുടെ ഇന്നലത്തെ അടക്കം ഇടപെടലുകൾ ഏത് തരത്തിലായിരിക്കും? കാരണം ദേവസ്വം ബോർഡ് എന്നത് ദേവന്റെ സ്വത്ത് പരിപാലിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ A പത്മകുമാറൊക്കെ പറയുന്നത് അതൊക്കെ ഉദ്യോഗസ്ഥലത്തിലെ കാര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ കഴിയില്ലല്ലോ. ഇതിനൊക്കെ രാഷ്ട്രീയമായ ഒരു നേതൃത്വം കൂടി ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം അത് ഈ മുരാരി ബാബുവിൽ മാത്രമായി നിൽക്കും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല രതീഷ്. കാരണം ഇന്നലത്തെ ഹൈക്കോടതിയിലെ നടപടികളും ഹൈക്കോടതിയിലെ ഉത്തരവും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് കേവലം മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അടങ്ങുന്ന ഒരു ഗൂഢസംഘത്തിന്റെ മാത്രം നടപടികളല്ല.
അതിനു മുകളിൽ വലിയൊരു ഗൂഢാലോചന ഈ സ്വർണ്ണം കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി എടുത്തെടുത്ത് പറയുന്നത് ഉന്നത തലങ്ങളിൽ നടന്ന ഗൂഢാലോചനയിലേക്ക് ഈ അന്വേഷണം പോകണം എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് മുരാരി ബാബുവിനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നത് വൈകുന്നത് സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അപ്പോഴും ഹൈക്കോടതിയുടെ ഒരു പിന്തുണ അതിന് SITക്ക് ആവശ്യമായിരുന്നു. കാരണം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ അത് ഉറപ്പായും ദേവസ്വം ബോർഡിലേക്ക് അതിന്റെ അന്വേഷണം നീളും. ദേവസ്വം ബോർഡിലേക്ക് 2019 ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം നീണ്ടാൽ ഉറപ്പായും അതിന് മുകളിലേക്ക് ദേവസ്വം വകുപ്പിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു നിയമപരമായ പരിരക്ഷ അത് ഹൈക്കോടതിയിൽ നിന്ന് SITക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് ലഭിച്ച ഉടൻ തന്നെയാണ് SIT ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുക. ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയാനുള്ളത്. അത് വരുന്ന മണിക്കൂറുകളിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നാളേക്കപ്പുറം ആ അറസ്റ്റ് നടപടി പോകില്ല എന്നുള്ളതാണ് SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിന്റെ നീക്കങ്ങൾ അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മൂന്നാം പ്രതിയുടെയും അതിനുശേഷം നാലാം പ്രതിയുടെയും ഒക്കെ നീക്കങ്ങൾ SIT നിരീക്ഷിക്കുന്നുണ്ട്. തുടർ ദിവസങ്ങളിൽ അവരും അറസ്റ്റിലായേക്കും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. മുരാരി ബാബുവിനെ കൂടി അന്വേഷണ പരിധിയിലേക്ക് ചോദ്യമുനയിലേക്ക് അറസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ നിർണായകമായ പല വിവരങ്ങളും ലഭിക്കും എന്ന് തന്നെയാണ് SITക്ക് മനസ്സിലാകുന്നത്. ഇത് മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടായേക്കാം. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നതാണ് അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ ഗൗരവതരമായ ഇടപെടൽ പരാമർശം അതിന്റെ തുടർച്ചയായിട്ടാണ് മുരാരി ബാബുവിലേക്ക് ഇപ്പോൾ അന്വേഷണത്തിന്റെ മുന നീളുന്നത്. നേരത്തെ തന്നെ മുരാരി ബാബു സംശയത്തിന്റെ നിഴലായിരുന്നു. മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ആകെ സംശയകരമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് നീളുകയാണ്. അതേസമയം തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, അന്നത്തെ ബോർഡ് അംഗങ്ങൾ N. വാസു ഉൾപ്പെടെ ദേവസ്വം കമ്മീഷണർ, പിന്നീട് പ്രസിഡന്റായി N. വാസു ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ഇക്കാര്യത്തിൽ ധാർമ്മികമായെങ്കിലും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ SIT ഏത് തരത്തിലായിരിക്കും ഇവരുടെയൊക്കെ റോളുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം കൂടിയുണ്ട്. ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്ത് നടന്ന സ്വർണ്ണക്കൊള്ളയിൽ അത് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞ് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിന് ബോർഡ്, എന്തിന് ദേവസ്വം വകുപ്പ് എന്ന ചോദ്യമൊക്കെ വളരെ പ്രസക്തമാവുകയാണ്.